ഇന്ന് രാവിലെ കഞ്ഞിക്ക് ചുവപ്പ് ചീര തോര വെക്കാമെന്ന് വിചാരിച്ചു നേരെ ആ പറമ്പിലേക്ക് ഇറങ്ങി കുറച്ച് ചീര അരിയാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പറമ്പിൽ തന്നെ മുളച്ചുള്ള ചീരത്തൈകൾ തന്നെ പറിച്ച് നട്ടിട്ടുള്ള ചീരയാണ് ഇട്ടത്. നോക്കിയേ, കാണാൻ തന്നെ നല്ല ഭംഗിയായിട്ടാണ്. ഓരോ വട്ടം പച്ചക്കറി എന്ത് പൊട്ടിച്ചെടുത്താലും ആദ്യം ഞാനൊന്ന് കണ്ട് ആസ്വദിക്കുക എൻ്റെ ഒരു സ്ഥിരം പതിവാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കൊണ്ട് നേരെ അടുക്കളയിൽ പോയി ഇതാ നമ്മുടെ ചീരത്തോരൻ അവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചീരത്തോരനൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ നേരെ മുളക് പൊട്ടിക്കാനായിട്ട് ഇറങ്ങിയിട്ടാ. മുളക് പൊട്ടിക്കാൻ കുറേ ഉണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മുളകിൻ്റെ പേര് ഭാസ്കര മുളകാണ്. നമ്മൾ പല പ്രാവശ്യം ഈ മുളക് പൊട്ടിക്കുന്നത് കാണിച്ചിട്ടുണ്ട് കേട്ടോ. മാസങ്ങളോളമായിട്ടുണ്ട് നമ്മൾ ഈ മുളക് പൊട്ടിക്കൽ തുടങ്ങിയിട്ട്. കാരണം അത്രയും നന്നായിട്ട് ഉണ്ടാവണ ഒരു മുളക്. അങ്ങനെ പ്രത്യേകിച്ച് ഒരു കേടാ ഒന്നും വന്നിരുന്നില്ല കേട്ടാ. പിന്നെ തത്തകൾ വന്ന് ഇടയ്ക്ക് തിന്ന് പോകുന്നല്ലാതെ വേറെ കേടുകളൊന്നും നമ്മുടെ ഈ മുളകിന് വന്നിട്ടില്ല. തത്തകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ നമ്മൾ ഈ വെള്ളത്തുണി കെട്ടിയത്. പക്ഷെ എന്നിട്ടും അവർ വന്നു തുടങ്ങി. അപ്പം ഞാൻ അരങ്ങുണ്ടല്ലോ, അങ്ങനെ ഒരു തിളക്കുള്ള ടൈപ്പ് അതേപോലത്തെ അരങ്ങ് മേടിച്ച് കെട്ടിയിട്ട്. അപ്പം അതിന് ശേഷം അവരങ്ങനെ വന്നിട്ടില്ല. പിന്നെ നമ്മൾ തത്തകൾക്ക് തിന്നാൻ വേണ്ടി നമ്മുടെ പറമ്പിൽ എപ്പോഴും ഒരു വാഴപ്പഴം അങ്ങനെ ഒരു കൊല നിർത്തി കൊടുക്കാറുണ്ട് കേട്ടോ അവർക്ക്. നമ്മുടെ മുളക് പൊട്ടിച്ചിട്ട് നോക്കിയേ, ഇത്ര ആയിട്ടുള്ളൂ. ഇതാ കുറച്ച് ഭാഗമാണ് നമ്മൾ പൊട്ടിച്ചെടുത്തത്. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് എടുക്കണം കേട്ടോ പൊട്ടിക്കാനായിട്ട്. അപ്പോൾ നോക്കിയേ, നമ്മുടെ മുളക് പൊട്ടിക്കൽ കഴിഞ്ഞു കേട്ടാ. ഇനി ഞാനേ നമ്മുടെ വീട്ടിലത്തെ ഒരു പപ്പായ കാട്ടിത്തരാം കേട്ടാ. കണ്ടോ, ഇതാണ് പപ്പായ. നോക്കിയേ, നല്ല ഭംഗിയാ കാണാനായിട്ട്, നല്ല മഞ്ഞ കളറ്. ഇതിൽ എന്താ പറയുക, അധികം വലിപ്പം അങ്ങനെ വലിയ വണ്ണമൊന്നുമല്ല, ഒരു പ്രത്യേക നീളം, അങ്ങനെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അതേപോലെ നമ്മുടെ വീട്ടിൽ നോക്കിയ ബജ്ജി മുളക് നീളം കണ്ടോ, പുതിയതായിട്ട് ഉണ്ടായി തുടങ്ങിയിട്ടുള്ളൂ കേട്ടാ. പിന്നെ കൊപ്ര വെയിലത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാനുണ്ടായിരുന്നു. കാരണം വെട്ടി നുറുക്കിയ കൊപ്രയാണ്. അപ്പം അതുകൊണ്ട് തന്നെ വെയിലത്തിടുന്ന അത്ര നല്ലതല്ല. പക്ഷെ എന്നാലും ഇന്ന് ആട്ടാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഒന്ന് വെയിലത്തിട്ട് ചൂടാക്കി എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇടുന്നതാണ് കേട്ടാ. പിന്നെ നോക്കിയാൽ നമ്മുടെ ഉള്ളി ഞാനിതാ വെയിലത്തിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഉള്ളി ഇതാ കുറച്ച് ഉണക്കൊക്കെ ആയി തുടങ്ങിയിട്ടാ. ഉള്ളി ഇങ്ങനെ ഉണങ്ങി വരുന്നതനുസരിച്ച് കണ്ടോ ഉള്ളിയുടെ കളറ് നല്ല ഭംഗിയുള്ള കളറായി പറ്റും. അപ്പം നമ്മൾ ഈ ഉള്ളി പറിക്കുന്നതും അതേപോലെ തന്നെ ഉള്ളിക്ക് ചെയ്യുന്ന വളങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ വീഡിയോയിലും അതേപോലെ തന്നെ റീൽസിലൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ നമ്മുടെ വിശേഷങ്ങൾ. ഇനി അടുത്ത ദിവസം അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.